യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അപ്പൊ എന്താണ്? ദൈവം പരിശുദ്ധനാണെന്ന് ഈ സറാഫുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ആരാ? ഈ യെശയ്യാവ് കണ്ട ദർശനമാണ്. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അത്ര ഉച്ചത്തിലാണ്. ആലയം പോകൊണ്ട് തുടങ്ങി ദൈവം മഹത്വം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. അപ്പൊ നോക്കിക്കേ, സാറാഫുകൾ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തിയ രംഗവും ഈ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ അപ്പൊ ദൈവം പരിശുദ്ധൻ എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഞാൻ തന്നെ അടിച്ചവിടെ അയ്യോ എൻ്റെ അധരങ്ങൾ എന്താണ് ശുദ്ധിയില്ലാത്തതാണ്. അപ്പൊ ദൈവത്തിന്റെ മഹത്വം കാണുമ്പോൾ മാത്രമേ നമ്മുടെ പാപത്തെ നമുക്ക് ബോധം വരുത്തുള്ളൂ. അതുകൊണ്ട് അത് കാണാത്തതുകൊണ്ട് നമ്മൾ നല്ലവനാണെന്ന് പറയുന്നത്. ഞാനോ നല്ലവനായിരുന്നു, പക്ഷെ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ രാത്രി ഞാൻ ഒത്തിരി കാര്യം എൻ്റെ പാപങ്ങളെ ഓർത്താം. അപ്പൊ നോക്കിയാൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണുന്നവർക്ക് മാത്രമേ തന്നെത്താൻ വിധിക്കാനൊക്കത്തുള്ളൂ. അയ്യോ ഞാൻ അരിഷ്ടനാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയെ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്താ, ഞാൻ ദൈവത്തെ കണ്ടല്ലോ, ദർശനത്തില്ല. അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ അപ്പൊ എന്താണ് പറഞ്ഞ, അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, ഇതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇത് നിന്റെ ആധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. അപ്പൊ എന്താണ്? ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ ഞാൻ നിലവിളിച്ചു. അയ്യോ എന്താ നിലവിളിച്ചത്? ഞാൻ ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യനാണ്, എനിക്ക് ദൈവത്തെ ഇങ്ങനെ സ്തുതിപ്പാൻ കഴിയത്തില്ല. അപ്പോഴെന്താണ്? അപ്പൊ ഇവന്റെ ആഗ്രഹപ്രകാരം ദൈവം എന്ത് ചെയ്തു? ഒരു സാറാഫിനോട് പറഞ്ഞു, അവന്റെ നാവൽ ഈ യാഗപീഠത്തിന്റെ കനൽ തൊടാൻ പറഞ്ഞു. അവൻ തൊട്ടപ്പോ ഇവന്റെ നാവിനെന്തോയി? ശുദ്ധിയുള്ളതായി. അടുത്ത സാറേ, പുതിയമത്തിൽ വരുമ്പോ ഈ അഗ്നിയും ഇതും എന്താ പറയുക? പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ അകൃത്യങ്ങൾ മായ്ക്കപ്പെട്ടു, നമ്മുടെ നാവിന് ശുദ്ധി വരുന്നു. പരിശുദ്ധാത്മാവ് വരുന്നത് മാനസാന്തരവും സ്നാനവും.